ഹായ് ഹലോ. ഇന്ന് നമ്മളിതേ നമ്മുടെ പ്ലാവുമ്മൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. വരിക്കച്ചക്ക, നല്ല വരിക്കച്ചക്കയാണ്. തീർന്നു തുടങ്ങി. അപ്പം അതിൽ നിന്ന് ഒരെണ്ണിട്ടിട്ട് നമ്മളിന്ന് ചക്ക വരട്ടിയത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം, ചക്ക ഇടാൻ നോക്കാം. ഇപ്പം ഇതേ നമ്മൾ ചക്കയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക മുറിക്കാൻ നോക്കാം. നല്ല വലിയ ചക്കയാണ്, കുറേ നേരത്തെ പണിയുള്ളതാണിത്. മുറിക്കാൻ നോക്കാം. ഇപ്പം നമ്മുടെ ചക്കയൊക്കെ നമ്മളിതേ പൊളിച്ച് ചുളയൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റി കുരുവും ഇവിടെ ഉണ്ട്. ഈ കുരു നമുക്ക് എന്തെങ്കിലും കറി വെക്കാനോ മെഴുക്ക് പുരട്ടിക്കൊക്കെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ചക്കച്ചുള ഒരു കുക്കറിലിട്ട് വേവിച്ച് റെഡിയാക്കി വെക്കണം. അതിന് നമുക്ക് കുക്കർ എടുക്കാം. അപ്പോൾ നമുക്കിന്ന് ചക്കച്ചുള കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം, അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവാൻ വയ്ക്കാം. അപ്പോൾ അതേ നമ്മൾ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ അവിടെ ഇരുന്ന് ഒരു 3-4 വിസിൽ അടിക്കേണ്ടി വരും. അപ്പോഴാണ് ചക്ക നല്ലോണം വെന്ത് കിട്ടണം നമുക്ക്. ഇപ്പം നമ്മുടെ കുക്കറിൽ ചക്കയൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒരുവിധം ആറി കുക്കർ തുറക്കാറായി. തുറന്നു. ഇനി നമ്മൾക്ക് ഇത് വരട്ടാൻ നോക്കാം. അതിലേക്ക് വേണ്ടി ഞാനിവിടെ 1 കിലോ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക നമുക്ക് കുറച്ച് കൂടുതലുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് 1 കിലോ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ശർക്കര ഉരുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. ശർക്കര പാനിയാക്കിയിട്ട് അതും ചേർത്ത് വേണം നമുക്ക് ചക്ക വരട്ടാൻ. അപ്പം നമുക്ക് അടുപ്പത്തേക്ക് ഒരു ഉരുളി വയ്ക്കാം. നമ്മുടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചക്ക ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് നല്ലോണം കുത്തി ഉടച്ച് അതിൽ നല്ല പാകമാവണ വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. അതിലത്തെ വെള്ളം വറ്റണ വരെ നമ്മൾ ഇളക്കി ഒന്ന് റെഡിയാക്കി ഒക്കെ നല്ലോണം കുത്തി ഉടച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ചക്ക ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ വെള്ളം വറ്റണ നേരം കൊണ്ട് അതിനിങ്ങനെ നല്ലോണം കുത്തി ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ വെള്ളം ഇത്രയും വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ച് നമ്മുടെ ശർക്കരയിൽ കിടന്ന് ചക്ക നല്ലോണം വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഇത്
ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കും ഇത് നല്ലോണം വറ്റി നമ്മുടെ വരട്ടിയ പാകത്തിലാവാൻ. കുറച്ചും കൂടി പാകമായി വരുമ്പോൾ നമുക്കിതിലേക്ക് ലേശം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം വരട്ടാൻ. ഇപ്പം നമ്മുടെ ചക്ക നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വരണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് വരട്ടി റെഡിയാക്കി എടുക്കണം. അതിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റൊക്കെ സമയമെടുക്കും അത് വരണ്ട് വരാനായിട്ട്. അതുവരെ നല്ലോണം ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ഇളക്കണം. അടിയിൽ പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. നമ്മുടെ ചക്ക നല്ലോണം പാകമായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റിയിട്ട് വരട്ടിയത് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് നല്ലോണം വരട്ടി ഹലുവ പാകത്തിലാക്കി എടുക്കാം. ബാക്കി വരട്ടിയതിനെ നമുക്ക് ഒരു വർഷം വരെയൊക്കെ കേട് വരാതെ എടുത്തു വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് അട, പായസം എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇത്ര ഞാനിത് മാറ്റി വയ്ക്കാൻ പോവാണ്. എന്നിട്ട് ബാക്കി ഇത് നല്ലോണം വരട്ടിയിട്ട് ഹലുവ പാകത്തിലാക്കി എടുക്കും. ചക്ക വരട്ടിയത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വരട്ടിയത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ചക്ക നമുക്ക് ഹലുവ പാകത്തിൽ നല്ലോണം വരട്ടിയെടുക്കാനുണ്ട്. ഇപ്പം നമ്മുടെ ഹലുവ ഞാനൊരു പ്ലേറ്റിൽ ഇത്തിരി നെയ്യ് തടവിയിട്ട് ഹലുവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക വരട്ടിയപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അത് നല്ലോണം വരട്ടി ഒരു ഹലുവയും റെഡിയാക്കിയിട്ടുണ്ട്. ചക്ക വരട്ടിയതും ഹലുവയൊക്കെ റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് കാണണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.